ഇന്ന് തൈറോയ്ഡ് രോഗികൾ നേരിടുന്ന ഒരു ഗതികേട് എന്താണെന്ന് അറിയാമോ? ഈ തൈറോയ്ഡ് എന്താണെന്നോ അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നോ അല്ലെങ്കിൽ തൈറോയ്ഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഏതളവോളം ബാധിക്കുമെന്നോ ഒന്നും അറിയത്തില്ലാത്ത ആളുകളിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് വണ്ണം കുറയുന്നില്ല, നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ എന്ത് പറയും? ജിമ്മിൽ പോയാൽ മതി, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക, ഇന്ന ആൾക്കാരുടെ ഇന്ന സപ്ലിമെന്റ് വാങ്ങിച്ചു കഴിച്ചോ, അല്ലെങ്കിൽ ഈ ഷേക്ക് കലക്കി കുടിച്ചോ, വണ്ണം കുറയും. ഇല്ല നിങ്ങൾക്ക് ഡിപ്രഷനാണ്, നിങ്ങൾക്ക് ടെൻഷനാണ്, ആളുകൾ എന്താ പറയുക, ഒരു പണിയില്ലാഞ്ഞിട്ടുണ്ടാകുന്നതാണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിന്തിച്ചു വരുത്തുന്നതാണ് ഇതെല്ലാം. യോഗ ചെയ്താൽ മതി, മെഡിറ്റേഷൻ ചെയ്താൽ മതി, ഗ്ലൂട്ടൻ ഒഴിവാക്കിയാൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പം മാറും. അല്ലെങ്കിൽ ബ്രസിൽ നട്ട് കഴിച്ചാൽ മതി, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഇപ്പം മാറും. ക്ഷീണമാണെങ്കിൽ വിറ്റമിൻ ഡി കഴിച്ചാൽ മതി, എനിക്ക് വിറ്റമിൻ ഡി കഴിച്ചിട്ട് എൻ്റെ ക്ഷീണം മാറിയ, നിങ്ങളും അത് കഴിച്ചു. അപ്പൊ ഇങ്ങനെ ഈ ഉപദേശങ്ങളുടെ ഒരു പ്രവാഹമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തുടങ്ങിയാലോ ഇല്ലാത്ത സപ്ലിമെന്റുകൾ ഇല്ല തൈറോയിഡിനെ ചികിത്സിക്കാനായിട്ട്, അല്ലെ? വിറ്റമിൻ ഡി ആയി, ഒമേഗ 3 ആയി, സിങ്ക് ആയി, സെലീനിയം ആയി, മഗ്നീഷ്യം ആയി, ഇതെല്ലാം തിന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് സമയമുണ്ടോ? സ്ഥലമുണ്ടോ? ഇനി ചില ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലോ ശരിക്കും കോമഡിയാണേ. വാഴയില ചുറ്റിയാൽ മതി, അല്ലെങ്കിൽ തോർത്തി ചുറ്റിയാൽ മതി, നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് കൂവിയാൽ മതി, ചിലപ്പോൾ തൈറോയ്ഡ് ഇറങ്ങി പോവായിരിക്കും അങ്ങനെ കൂവുമ്പോൾ. ഇതൊക്കെ ശരിക്കും അല്ലേ? എന്തൊക്കെ തമാശ നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറയണേ. സങ്കടകരമായ അവസ്ഥ. ഇതെല്ലാം ആളുകൾ ചെയ്തു നോക്കിയാണ്, കാരണം ഇവരുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. എന്ത് പറഞ്ഞാലും ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് ഒരു തൈറോയ്ഡ് രോഗി നിൽക്കുന്നത്. ഇനി ഏറ്റവും അങ്ങേയറ്റത്തെ ഗതികെട്ട അവസ്ഥ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ലാബ് റിപ്പോർട്ടൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണ്. 3 മാസം കൂടിയോ 6 മാസം കൂടിയോ ഒക്കെ ചെല്ലുമ്പം ഇവരിതെല്ലാം നോക്കിയിട്ട് എന്ത് പറയും? TSH നോർമലാണ്, നിങ്ങളുടെ തൈറോയ്ഡ് പക്കാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ പറയും. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന അഡ്വൈസ് എന്താണ്? ഇതൊന്നും ഇല്ലെന്ന്, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ്, വണ്ണം കുറച്ചാൽ മതി, പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറിക്കോളും. അപ്പൊ ഇതെല്ലാം കേട്ട് നിങ്ങളുടെ വീട്ടുകാരും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ബാക്കി പ്രശ്നങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് ഒരു സൊല്യൂഷൻ കിട്ടുക? നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നിങ്ങളെ മനസ്സിലാക്കാനോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഞാൻ ഡോക്ടർ അൽഫീന കുര്യൻ, ആയുർവേദ ഡോക്ടറാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് തൈറോയ്ഡ് രോഗികളെ ചികിത്സിച്ച് വരികയാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു തൈറോയ്ഡ് രോഗിയെ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ പറയുന്നതിലും നല്ലത് എൻ്റെ രോഗികൾ പറയുന്നല്ലേ. ഒരു 100 കണക്കിന് രോഗികളുടെ അവർ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേജോ അല്ലെങ്കിൽ ചാനലോ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളൊരു തൈറോയ്ഡ് രോഗിയാണെങ്കിൽ, നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിലും ഏറ്റവും വിശ്വസിക്കാവുന്നതും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള അറിവുകൾ, ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നത്. ഈ പേജ് ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്ത് കൂടെ കൊടുക്കുകയോ. താങ്ക് യു.